ആദ്യമായിട്ട് FCP ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് FCP ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ. അതിന് നമുക്ക് ഒരു ലൈബ്രറി സെറ്റ് ചെയ്യണം. അതിന് ഫയലിൽ ന്യൂ ലൈബ്രറി ഓക്കെ, എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ സ്ഥലം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വലത്തെ സൈഡിൽ സ്റ്റോറേജ് ലൊക്കേഷൻ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ മോഡിഫൈ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് എടുക്കേണ്ടത്. മോഡിഫൈ സെറ്റിങ്സ് എടുക്കുമ്പോൾ അതിൽ മീഡിയ, മോഷൻ കണ്ടൻറ്റ്, ക്യാച്ച്, ബാക്കപ്പ് എന്നുണ്ട്. അതിൽ മീഡിയ ഇൻ ലൈബ്രറി എന്നാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ചൂസ് കൊടുത്ത് ഒരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മോഷൻ കണ്ടൻറ് എന്നുള്ളത് ഇൻ ലൈബ്രറി തന്നെ കൊടുക്കണം. ക്യാച്ച് ഫയൽ നേരത്തെ നമ്മൾ എവിടെയാണോ സ്ഥലം സെറ്റ് ചെയ്തത് അവിടെ തന്നെ വീണ്ടും സെറ്റ് ചെയ്യുക. ബാക്കപ്പും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ഓക്കെ കൊടുക്കുന്നു. അപ്പം നമ്മൾ എവിടെയാണോ സ്ഥലം സെറ്റ് ചെയ്തത് അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇവൻറ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ആണ് ആ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ റീനെയിം കൊടുക്കാം. നമുക്ക് വീഡിയോ എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അടുത്ത പുതിയൊരു ഇവൻ്റ് കൂടി സെറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ചെയ്യാം. മൂന്നാമതൊരെണ്ണം കൂടി സെറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാം. വീഡിയോ എഡിറ്റ്, മ്യൂസിക് എന്ന് പറഞ്ഞ് 3 ഇവൻ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വീഡിയോ നമ്മൾ എടുക്കുകയാണ്. അതിലാണ് നമ്മൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്. എവിടെയാണോ നിങ്ങളുടെ വീഡിയോ കിടക്കുന്നത് അവിടെ നിന്ന് വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഒരു മ്യൂസിക് കൂടി ആഡ് ചെയ്യണം. അതിന് ഫൈൻഡർ എടുത്തിട്ട് നിങ്ങളുടെ മ്യൂസിക് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മ്യൂസിക് കൂടി ഇമ്പോർട്ട് ചെയ്യുക. മ്യൂസിക് ഇങ്ങനെ ട്രാഗ് ചെയ്ത് ആ വിൻഡോയ്ക്കകത്ത് ഇടാം. എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലാണ് നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, യൂസ് കസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിക്ക് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് സെറ്റിങ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടൈം ലൈൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്. അപ്പോൾ ഈ ടൈം ലൈനിലേക്ക് വീഡിയോ ട്രാഗ് ചെയ്ത് കൊണ്ടിടാം. അതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇടുന്നതിന് മുന്നേ വീഡിയോ ഓഡിയോ ഒരുമിച്ച് വേണോ അതോ ഓഡിയോ സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് എങ്ങനെ വേണം അതൊക്കെ ഈ വിൻഡോയിലൂടെ നോക്കാം. ഞാനിപ്പോൾ വീഡിയോ മാത്രം ട്രാഗ് ചെയ്തിടുന്നു. മ്യൂസിക്കും ഇടുന്നു. എന്നിട്ട് പ്ലേ ചെയ്യുന്നു. കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടൂള് V ആണ്. ചെയ്യുന്നു. പുതിയൊരു വീഡിയോ കൂടി ആഡ് ചെയ്തു. വീണ്ടും കട്ട് ചെയ്ത് പിന്നെ മറ്റൊരു പുതിയ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നു. അതും കട്ട് ചെയ്യാം. എല്ലാ ക്ലാസ്സും 5 മിനിറ്റ് വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ FCPയിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പഠിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇനി മുമ്പോട്ടുള്ളതെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.